ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ രാജ്യവും 1.417 ബില്യൺ ജനസംഖ്യയുള്ള രാജ്യവുമാണ് ഇന്ത്യ. എന്നാൽ തുല്യ ആരോഗ്യം എന്ന ഭയാനകമായ വെല്ലുവിളിയെ അഭിമുഖീകരിക്കാൻ ഇന്ത്യക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഓരോ വർഷവും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന നിരവധി രോഗബാധിതരുടെ എണ്ണം കൂടി വരികയാണെന്നാണ് റിപ്പോർട്ട്. അതിൽ ക്യാൻസർ കേസുകളുടെ എണ്ണമോ പ്രതീക്ഷിക്കാവുന്നതിലും അധികമാണ്. 2020 ഇന്ത്യയിൽ ക്യാൻസർ ബാധിച്ചവരുടെ എണ്ണം 14 ലക്ഷമായിരുന്നു. 2025 ആകുമ്പോഴേക്കും ഇത് 16 ലക്ഷമാകുമെന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് പേരിൽ ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുമ്പോഴും 4% കുട്ടികളാണെന്ന കാര്യവും പഠനത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനാൽ യുവാക്കളിലും രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. ഇങ്ങനെയാണ് പഠന റിപ്പോർട്ടെങ്കിൽ അടുത്ത 2 പതിറ്റാണ്ടിനുള്ളിൽ രോഗികളുടെ എണ്ണം ഇനിയും ഉയരും. അതേസമയം രോഗം വർദ്ധിക്കുന്നത് തടയാനായി ക്യാൻസർ ചികിത്സാ രംഗത്ത് അത്ഭുതപ്പെടുത്തുന്ന മരുന്ന് ഇന്ത്യയിലെ പ്രശസ്ത ക്യാൻസർ ഗവേഷക ചികിത്സാ കേന്ദ്രമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തിയിരുന്നു. ആ മരുന്ന് വിപണിയിലെത്തിയാൽ വെറും 100 രൂപയ്ക്ക് രോഗബാധിതർക്ക് ലഭിക്കുമെന്നാണ് വിവരം. 10 വർഷത്തെ ഗവേഷണത്തിനൊടുവിലാണ് ക്യാൻസർ പ്രതിരോധിക്കാനുള്ള ഈ ഗുളിക കണ്ടെത്തിയിട്ടുള്ളത്. റേഡിയേഷൻ, കീമോതെറാപ്പി പോലുള്ള ചികിത്സാ രീതികളുടെ അനന്തരഫലങ്ങളെ കുറയ്ക്കുന്നതാണ് ഈ മരുന്ന് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ ശ്വാസകോശം, വായ, പാൻക്രിയാസ് എന്നിവയെ ബാധിക്കുന്ന ക്യാൻസറിനും ഇത് ഫലപ്രദമാകും. ഒരിക്കൽ ക്യാൻസർ ബാധിച്ചവർക്ക് വീണ്ടും അതേ രോഗം വരുന്നത് 30% വരെ പ്രതിരോധിക്കുന്ന മരുന്നാണ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഗവേഷണത്തിനായി മനുഷ്യരിലെ ക്യാൻസർ കോശങ്ങളെ എലികളിലേക്ക് കടത്തുകയും അവ ട്യൂമറായി രൂപപ്പെടുത്തുകയും ചെയ്തു. ശേഷം എലികളിൽ റേഡിയേഷൻ തെറാപ്പിയും കീമോതെറാപ്പിയും ചെയ്ത പ്രോഓക്സിഡൻ ഉപയോഗിച്ച് പ്രതിരോധിക്കുന്ന പരീക്ഷണമാണ് വിജയം കണ്ടത്. ക്യാൻസർ വീണ്ടും വരാൻ കാരണമാകുന്ന ശരീരത്തിലെ ക്രോമാറ്റിൻ ഘടകങ്ങളെ നശിപ്പിക്കുന്ന പ്രോഓക്സിഡന്റ് ഗുളികകളാണിവ. റെസ്വെറട്രോൾ, കോപ്പർ സംയുക്തമാണ് മരുന്നിൽ അടങ്ങിയിട്ടുള്ളത്. എന്നാൽ രോഗം പ്രതിരോധിക്കാനുള്ള ഈ മരുന്ന് ചികിത്സയ്ക്കായി ഇതുവരെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അറിയിപ്പ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ പാർശ്വഫലം കുറയ്ക്കുന്നതിനുള്ള ഈ മരുന്ന് വിപണിയിലെത്തുകയുള്ളൂ. വിപണിയിലെത്തിയാൽ വൻ ചെലവ് വരുന്ന ക്യാൻസർ ചികിത്സയ്ക്ക് വെറും 100 രൂപ കൊടുത്താൽ മാത്രം മതി. ഈ ജൂൺ ജൂലൈ മാസത്തിൽ ഈ മരുന്ന് വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷ.